കഴിഞ്ഞ നമ്മളുടെ വീഡിയോയിൽ പഠനം എങ്ങനെ രസകരമാക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ 2 പോയിന്റുകളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഒന്ന്, പഠനം സിസ്റ്റമാറ്റിക് ആക്കുക. 2, മനസ്സോടുകൂടി പഠിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, നമ്മുടെ പഠനം രസകരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാകണം. എന്താണ് ഈ ടൈം ടേബിൾ? നമുക്കറിയാം, നമുക്ക് സ്കൂളിൽ നിന്നും ഒരു ടൈം ടേബിൾ കിട്ടും. അതിനെക്കുറിച്ചല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ നമ്മൾ റെഡിയാക്കിയെടുക്കണം. ഈ ടൈം ടേബിൾ എപ്പോഴും നമ്മളുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ ടൈം ടേബിൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അത് മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമോ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെയോ നിർദ്ദേശപ്രകാരമല്ല ആ ടൈം ടേബിൾ റെഡിയാക്കേണ്ടത്. നമ്മളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനാണ് അല്ലെങ്കിൽ ആ കുട്ടിക്കാണ് അറിയാവുന്നത് എപ്പോൾ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ എപ്പോൾ കിടക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആ കുട്ടിക്കാണ് കൃത്യമായിട്ട് അറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അക്കാദമിക് ഇയർ ആരംഭിക്കുന്ന സമയത്ത് തന്നെ കഴിയുമെങ്കിൽ അത് ആദ്യത്തെ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള പഠന ടൈം ടേബിൾ നമ്മൾ റെഡിയാക്കിയെടുക്കണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് മറ്റൊരാളുടെ, ഇപ്പം ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഏത് സമയത്ത് പഠിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർക്ക് ജനറലായിട്ട് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അത് അവരവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരവർ തന്നെ ആ ടൈം ടേബിൾ റെഡിയാക്കുക. ഉദാഹരണമായി, ഇപ്പം പല കുട്ടികളും പറയുന്ന ഒരു പരാതിയാണ് പഠിക്കാൻ സമയമില്ല എന്നുള്ള കാര്യം. ഈ സമയം എങ്ങനെയാണ് ഉണ്ടാവാറ്? നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഒരു കുട്ടി 5 അല്ലെങ്കിൽ 5:30 അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്നു. അതിനുശേഷം ഒരിക്കലും നമ്മൾ ചെന്ന് കയറിയ ഉടനെ പഠിക്കണമെന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല. നമ്മൾ ചെന്നതിന് ശേഷം നമുക്ക് ഫ്രഷ് ആകണം, അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം. അതിനുശേഷം കൃത്യമായിട്ടും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ പാട്ട് കേൾക്കുന്നതായിരിക്കാം, TV കാണുന്നതായിരിക്കാം, ചിലർക്ക് ഉറങ്ങുന്നതാകാം, ഇതൊക്കെ ആകാം. ഉറക്കമെന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് വേണം നമ്മൾ ടൈം ടേബിൾ റെഡിയാക്കാൻ. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു പരാതിയാണ് സമയം കിട്ടാറില്ല. നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങൾ വൈകുന്നേരം വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറയുകയാണ്, നമുക്കിന്ന് പുറത്തു പോയി ഒരു സിനിമ കണ്ട് ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കാം എന്ന് നമ്മളോട് പറയുന്നു. നമ്മൾ ആരെങ്കിലും സമയമില്ല എന്ന് പറയാറുണ്ടോ? ഇല്ല, ഒരിക്കലും നമ്മൾ പറയാറില്ല. അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും സമയമില്ല, അതിന് പോകണ്ട എന്ന് നമ്മൾ പറയാറില്ല. അപ്പോൾ ഈ സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്നതാണ് ഈ സമയം. ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കുട്ടി 5:30 ഒക്കെ നമ്മുടെ വീട്ടിലെത്തുന്നു. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നിരുന്നാലും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും കൃത്യമായിട്ട് പഠിക്കാനിരിക്കണം. അപ്പോൾ ആ 7 മണി മുതൽ നമുക്കൊന്ന് കണക്ക് കൂട്ടിയാൽ 8, 9, 10, ഒരു 11 മണി വരെ 4 മണിക്കൂർ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഈ 4 മണിക്കൂർ നമുക്ക് ഇഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിനകത്ത് ഭക്ഷണം കഴിക്കാനും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ കുറച്ച് സമയങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോകാം, അല്ലേ? പോകും തീർച്ചയായിട്ടും. എന്നിരുന്നാലും ഒരു 2.5-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3.25 മണിക്കൂർ നമുക്ക് എല്ലാ ദിവസവും, ഈ സമയം നമുക്ക് എല്ലാ ദിവസവും അവിചാരിതമായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നില്ല എങ്കിൽ, ഇപ്പോൾ ഒരു ഗസ്റ്റ് വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻസിന് പോവുകയോ ഒക്കെ ചെയ്തില്ല എങ്കിൽ ഈ 3 അല്ലെങ്കിൽ 3.5 മണിക്കൂർ നമുക്ക് എന്നും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സമയമില്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കില്ല. ഞാൻ മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സാണ് ഇതിനെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സോടുകൂടി നമ്മളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളുടെ ഡെയിലി അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തെടുക്കുക. അത് നമുക്ക് ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കണം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് മറ്റൊരാളുടെ കോഴ്സിന് വഴങ്ങി അല്ലെങ്കിൽ അയാൾ എഴുതി തരുന്ന ഒരു ടൈം ടേബിൾ അല്ല ഇടാറ്. കാരണം അത് അങ്ങനെ എഴുതിയതുകൊണ്ടൊരു കാര്യമില്ല. നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കാണ് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അക്കാദമിക് ഇയർ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു പഠന ടൈം ടേബിൾ നമ്മൾ എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2,
ഈ ടൈം ടേബിൾ എഴുതി വെച്ചതുകൊണ്ട് കാര്യമാകുന്നില്ല, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ചിലരൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ബേസിലൊക്കെ ടീച്ചേഴ്സും ഒക്കെ നമ്മളോട് പറയാറുണ്ട്, അതിൻ്റെ ബേസിലൊക്കെ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ അത് ഫോളോ ചെയ്യില്ല, അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ കഴിയുമ്പം ഈ ടൈം ടേബിളിൽ നിന്നും പുറകോട്ട് പോകും. അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ ഏറ്റെടുക്കുക. വെല്ലുവിളി എന്ത് തന്നാലും നമ്മളുടെ ഈ ടൈം ടേബിൾ ഞാൻ ഫോളോ ചെയ്ത് പഠിക്കും. ഇനി മുന്നോട്ട് പോകുമ്പോൾ ആ ടൈം ടേബിളിൽ ചില ക്രമീകരണങ്ങൾ, ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. ഓക്കെ, അതൊക്കെ നമുക്ക് വഴിയെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ആ ഒരു ടൈം ടേബിളിനകത്ത് നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള സമയങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലാതെ പഠനം മാത്രമുള്ളതല്ല. അതിനകത്ത് നമുക്കറിയാം, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ ചെയ്തേക്കണം. നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾ ഉണരുന്നത് എപ്പോഴാണ്, ഉറങ്ങുന്നത് എപ്പോഴാണ്, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്ക് മാത്രമേ. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനത്തിനും അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു കൃത്യമായ ടൈം ടേബിൾ നമ്മൾ അക്കാദമിക് ഇയർ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ റെഡിയാക്കുക. അത് കൃത്യമായിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആ ഫോളോ ചെയ്താൽ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ, ഇതൊക്കെ ഞാൻ മുമ്പ് എൻ്റെ 2 വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളിത് സിസ്റ്റമാറ്റിക് ആകുന്നതിൻ്റെ ഒരു ഭാഗമാണ്. സിസ്റ്റമാറ്റിക് ആകുക എന്നുള്ളത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സിസ്റ്റമാറ്റിക് ആവുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ പഠനത്തിലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിനൊക്കെ നമുക്കൊരു മനസ്സ് വേണം. അപ്പോൾ ആ മനസ്സുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറയുന്നത് പോലെ നമ്മുടെ പഠനം ഏറ്റവും രസകരവും അത് നമുക്ക് നല്ല റിസൾട്ടിലേക്കും അത് പോകുന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു ടൈം ടേബിൾ, നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റായിട്ടുള്ള നല്ലൊരു ടൈം ടേബിൾ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ നമുക്ക് പഠനത്തിന് വേണ്ടി, പഠനം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ അടുത്ത പോയിന്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.